മലയാളികൾക്ക് ഓണാശംസകളുമായി ഒരു സ്കിറ്റുമായി എത്തുന്നു ഫോൾഗർ യങ് ടീനേജേഴ്സ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഓച്ചന്തുരുത്ത് ഓമന തിയേറ്റേഴ്സിന്റെ ഈ വർഷത്തെ ഏറ്റവും പുതിയ നാടകം പോ അണ്ണാച്ചി പിന്നവാ. നാടക രചന ഓന്തുണ്ടി ഓച്ചന്തുരുത്ത്, ഗതാഗതം ഓച്ചന്തുരുത്ത് ഓന്തുണ്ണി. ഈ നാടകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പഠിക്കാൻ പറഞ്ഞാരാ? ഈ നാടകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ നാടകത്തിൽ മെയിനായിട്ട് അഭിനയിക്കുന്ന 4 നടന്മാർ വന്നിട്ടില്ല. അതിനെന്തിനാണ് അടിച്ചത്? പകരം നാടകം എന്തെന്ന് പോലും അറിയാൻ പാടില്ലാത്ത, ജീവിതത്തിൽ നാടകം കണ്ടിട്ടേ ഇല്ലാത്ത ഈ നാട്ടിലെ ചുറുചുറുക്കുള്ള 4 ചെറുപ്പക്കാരെ തപ്പിയെടുത്ത് അത്യാവശ്യം ഡയലോഗുകൾ പറഞ്ഞ് പഠിപ്പിച്ചാണ് ഞാൻ ഈ നാടകം ഇവിടെ അവതരിപ്പിക്കുന്നത്. ഈ നാടകത്തിന്റെ സംവിധാനം ഓന്തുണ്ടി ഓച്ചന്തുരുത്ത്, അതായത് ഈ ഞാൻ. അടി നാടകം ആരംഭിക്കുന്നു. മുതലാളി മുതലാളി എന്തത്ത് മുതലാളിന്ന് നീ എന്നെ ചുമന്നോടുപ്പ് തള്ളി വിടാണി. അങ്ങോട്ട് വല്ല അങ്ങോട്ട് അങ്ങോട്ട് പോ അങ്ങോട്ട് മൈക്കിലേക്ക് വരെ ഇവരൊക്കെ നാടകവും ഡയലോഗ് ഓർമ്മയിട്ട് ഒന്നും തെറ്റിക്കെടുത്തിട്ടാ ചിരിക്കുന്നു. അയ്യോ, പഴം പുളിക ചിരിയിരിക്കാനല്ല പറഞ്ഞു, അട്ടഹസിക്കുന്നു. അട്ട 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 അട്ടഹസിക്കാൻ അതിവിടെ പറഞ്ഞാ ഉല്ലാത്തം. ഉല്ലാത്താൻ എങ്ങനെയത്? അത് പോലെ പോലെ സ്റ്റില്ല് എന്റെ ഈ പുള്ളിയുടെ പോരണം. ഇവിടെ ഫോട്ടോ എടുക്കുന്ന കാര്യമല്ല, സ്റ്റില്ല് അനങ്ങാതെ നിൽക്കാൻ. മകള് വരുന്നു, മകള് ഞാനാണോ? എല്ലാം നീയാണ്. മകള് വാ ആണ് പോണം, നീ അച്ഛനാണ്. പെണ്ണ് വരുന്ന പെണ്ണ് തള്ളി വിടാവണി പോടാ. രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം. 3 വട്ടം രക്ഷിക്കണം മുതലാളി. പെണ്ണുമ്പിള്ള അതല്ല പറഞ്ഞ 3 പ്രാവശ്യം പറയാൻ. രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം. രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം. രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം. മുതലാളിയുടെ മുഖത്ത് പുച്ഛം. പുച്ഛം എങ്ങനെയത്? 3 കൊല്ലം മുമ്പ് ഇവിടെ ജോലിക്ക് നിന്ന് ഞാൻ 3 വർഷമായി ഞാൻ ഇവിടെ ജോലി നോക്കുന്നു. ഇപ്പോൾ ഞാൻ 6 മാസം ഗർഭിണിയാണ്. എന്റെ വയറ്റിൽ വളരുന്ന രാജുപോൽ എപ്പോഴും എന്നോട് ചോദിക്കും എന്റെ അച്ഛൻ ആരാണെന്ന്. അപ്പോൾ ഞാൻ പറയും നീ മാറി നിൽക്കുന്ന മുതലാളിയാണെന്ന്. ഇല്ലാത്ത ഗർഭത്തിന്റെ പേര് പറഞ്ഞ് എടാ ഒന്ന് ആവേശത്തിൽ വാക്യം വേണ്ട, പയ്യെ പറഞ്ഞാൽ മതി. മാന്യന്മാരെ ആക്ഷേപിക്കാൻ നോക്കുന്നത് അക്ഷരം മാറ്റാൻ പറ്റുമോ? അങ്ങനെ തന്നെ എഴുതി വെച്ചാൽ മാറ്റണേ. മാന്യന്മാരെ ആ പറഞ്ഞതുപോലെ ആക്കാൻ ശ്രമിക്കുന്നത് നിനക്കൊരു ഫാഷൻ അല്ലേടി. നിലാവുള്ള രാത്രിയിൽ മാവിൻ ചുവട്ടിൽ നിന്നെയും നോക്കി ഞാൻ കാത്തിരുന്നപ്പോൾ മുണ്ടും തലയിൽ മുല്ലപ്പൂവും വെച്ച് എന്നെ കാണാൻ ഓടി വന്ന എന്റെ അരികിലേക്ക് ഓടിയാണെന്റെ മന്ദസ്മിതമേ നിന്നെ വാരിപ്പുണരുവാനായി എന്റെ കൈകൾ കൊതിക്കുകയാണ്. എല്ലാവരും നോക്കണ്ടോ? ചേച്ചിയൊക്കെ നോക്കണം. അയ്യോ മുതലാളി മാത്രം നിന്നാ മതി. അച്ഛൻ വരും. ഞാനാണ് എല്ലാം നീയാണ്. അച്ഛൻ നിങ്ങളുടെ വാള എന്റെ ഷർട്ട് ഇട്ടുണ്ട് തന്നെ. മുതലാളി വെളി കേൾക്കുന്നു. എടാ മീൻകാരെയൊക്കെയാണല്ലോ ഞാൻ നിർത്തിയേക്കണേ. ഓ ആൽഫ്രഡ് വിൽഫ്രഡ് ഡിസൂസ. ഇത് ഞാൻ പറയില്ലെന്ന് പറഞ്ഞായിരുന്നു. ഗോപി അല്ല, PK ഗോപി. വന്നതിന്റെ ഉദ്ദേശം 3 വർഷങ്ങൾക്ക് മുമ്പോട് ജോലിക്ക് നിന്നിരുന്ന എന്റെ മകളെ 6 മാസം ഗർഭിണിയാക്കിയ ദുഷ്ട, നിന്നോട് ഞാൻ പകരം ചോദിക്കും.
എന്റെ മോളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട് എന്റെ മോളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട് ഒരാൾ പറയണം. എടാ ഒരാള് പറയടാ. എന്റെ മോളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട് ഒരാൾ പറയാം. ഞാൻ പറഞ്ഞോളാം. എന്റെ മോളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട് അട്ടഹസിക്കുന്നോടാ ദുഷ്ട. നിന്ന് അത്തള പൊത്തള പുട്ട. അട്ടഹസിക്കുന്നോടാ ദുഷ്ട. നിന്ന് ആ പറഞ്ഞത് ഹസിക്കുന്നോടാ ദുഷ്ട. ചാടി വീഴുന്നു. ചാടി വീഴുന്നു. ചാടി വീഴടാ. ചാടുന്നു വീഴുന്നു. മുതലാളിയുടെ മേത്തേക്ക് ചാടി വീഴ. മുതലാളിയുടെ മേത്തേക്ക് ചാടുന്നു വീഴുന്നു. കഴുത്തിന് കുത്തിപ്പിടിക്കുന്നു. അമ്മേ എന്റെ ദൈവമേ, നിന്റെ അല്ല മുതലാളിയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നു. അയ്യോ മുതലാളി തോക്ക്. ഞാൻ തോക്കൂല, ഇവൻ തോക്കട്ടെ. എടാ തോക്കെടുക്കാൻ. അയ്യോ തോക്കെടുത്തിട്ടില്ല. ഇവന്മാര് നാടകം പൊളിക്കൊണ്ട് അവിടെ നിന്ന് ഞാൻ കൊണ്ടുതരാം. അവിടെ നിൽക്ക്, ഞാൻ കൊണ്ടുതരാം. ആൾക്കാർ കാണാതെ ഞാൻ കൊണ്ട് തന്നോളാം. ആൾക്കാർ കാണാതെ തോക്ക് ഞാൻ കൊണ്ട് തന്നോളാം. ആൾക്കാർ കാണാതെ തോക്ക് ഞാൻ കൊണ്ട് തന്നോളാം. കുറിച്ചാ കിട്ടിയാ വെടി വെക്കുന്നു. അവനാ മരിച്ചു വീഴുന്നു. അയ്യോ എന്റെ ദൈവമേ, നീ വെടി വെച്ചിട്ട് നീ എങ്ങനെയാണ് ചാവണ? എഴുന്നേക്കണം. നീ മരിച്ചു വീഴാം. ഞാൻ മരിച്ചു വീഴാം. അമ്മേ ചിരിക്കുന്നു. നീ ചത്തവനല്ലേ, നീ എങ്ങനെ ചിരിക്കണം? മകൻ ഞാനാണ്. എല്ലാം നീയാണ്. മകൻ പാടാ. മകൻ മുതലാളി, 3 വർഷം കൂടെ ജോലിക്ക് നിന്ന് എന്റെ പൊന്നുപെങ്ങളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട് അത് ചോദിക്കാൻ വന്ന് എന്റെ പൊന്നച്ഛനെ വെടിവെച്ചു കൊന്ന ദുഷ്ട, നീ നശിച്ചു പോകും. നിന്റെ വെടിയുണ്ടേറ്റ് ഇവിടെ മരിച്ചു കിടക്കുന്ന എന്റെ പൊന്നച്ഛൻ ഇവിടെ പോയത്. ഇവിടെ ഉണ്ടാ അവിടെ ഭയങ്കര ഉറുമ്പാടെ ഇറക്കാം. കാരണം ഞാൻ ഇങ്ങോട്ട് മാറി മാറ്റി പറഞ്ഞു. ഉറുമ്പ് കടിയെ സഹിക്കു വയ്യാതെ ഇവിടെ നിന്നും മാറി അവിടെ മരിച്ചു കിടക്കുന്ന എന്റെ പൊന്നച്ഛനെ കൊന്ന ദുഷ്ട, നീ നശിച്ചു പോകും. പെങ്ങളെ സൗവർണികേ, പെങ്ങളെ സൗവർണികേ, പെങ്ങളെ സൗവർണികേ. നിന്റെ അമ്മയുടെ തെറി പറയരുത്. നിന്റെ അമ്മയുടെ അവസാനത്തെ ആഗ്രഹമായിരുന്നു നീ ഒരു ഗർഭിണിയായി കാണുക. എന്തെന്നാണ് ഈ പറയണ? കുടുംബിനിയായി കാണുക. പറയൂ മകളെ, ഇതെങ്ങനെ സംഭവിച്ചു? ഒരു തണുത്തു മരവിച്ച കറുത്ത രാത്രിയിൽ മുതലാളിയുടെ വീട്ടിൽ ഞാൻ TV കാണാൻ പോയി. ഏഷ്യാനെറ്റിലും കൈരളിയിലും സൂര്യയിലും കോമഡി ഷോ കണ്ടുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നാണ് മുതലാളി ഫാഷൻ ചാനലിട്ട് അരുതേ എന്ന് ഞാൻ ആവർത്തിച്ചു പറഞ്ഞു. മുതലാളി കേട്ടില്ല. എന്നെ നിർബന്ധിച്ച് ഫാഷൻ ചാനൽ കാണിച്ചു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല ചേട്ടാ. ഇതിൽ നിന്നും എനിക്കൊരു കാര്യം മനസ്സിലായി. ഇവിടെ തെറ്റിയത് ഈ മുതലാളിയല്ല. ഞാൻ പറഞ്ഞില്ല. എന്റെ പൊന്ന് പെങ്ങളുമല്ല. ഇവിടെ തെറ്റിയത് ആ ചാനലുകാരാണ്. അതുകൊണ്ട് എനിക്ക് ഈ സമൂഹത്തോട് ഒന്നേ പറയാനുള്ളൂ, ഇനി മേലാൽ നിങ്ങളുടെ വീട്ടിലുള്ള പ്രായപൂർത്തിയായ പെൺകുട്ടികളെ അടുത്ത വീട്ടിൽ TV കാണാൻ പറഞ്ഞയച്ചാൽ നിങ്ങൾക്കും ഇത് സംഭവിക്കും. സംശയം സത്യത്തിൽ ഇതാണ് അല്ലെങ്കിൽ ഇതാണ് ഗർഭപാത്രം.